കെട്ടിയന്മാർ എവിടേക്കെങ്കിലും പുറത്തിറങ്ങുമ്പോഴേക്കേ ഞാനും ഉണ്ട് പറഞ്ഞിട്ട് വാഞ്ഞു കയറുന്ന കുറച്ച് ഭാര്യമാരുണ്ടാവും. അതിൽപ്പെട്ട ഒരാളാണ് കേട്ടോ ഞാനും. മൂപ്പര് താന്നൂർ പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരാം, നമുക്ക് ഹാർബറിലൊക്കെ ഒന്ന് പോകാറുണ്ട്. താന്നൂർ ഹാർബറിൽ എത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടത്. കംപ്ലീറ്റ് ചെരുപ്പാണ്. ഞാൻ ആദ്യം കരുതി വേസ്റ്റ് ആവുന്ന, പക്ഷെ ഇത് എങ്ങനെ വന്നോന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇത്രയും വേസ്റ്റും ചെരുപ്പും അവിടെ ഉണ്ടായിട്ടും ഇത് എന്തെടുത്ത് മാറ്റാത്തതെന്ന് മനസ്സിലാവണില്ല കേട്ടോ. ആ കരിങ്കല്ലിൻ്റെ മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ കാണാൻ പറ്റും. പക്ഷെ അതിന്മേൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് ആദ്യം പിടിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. കുറേ നേരം ഞാൻ കഷ്ടപ്പെട്ടു. ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഞാൻ അങ്ങനെ കയറി പറ്റി. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ ദുർഗന്ധങ്ങളും സുഗന്ധങ്ങളൊക്കെ വരാൻ തുടങ്ങി. അധിക നേരം പിന്നെ അവിടെ ഇരിക്കാൻ നിന്നില്ല. കാരണം ഒരു 6:45 7 മണിനോട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കടപ്പുറത്തായ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഇരുന്നങ്ങനെ ടൈം പോണത് അറിയില്ല. പിന്നെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് അങ്ങനെ സ്കൂട്ടായി നേരെ തിരിച്ച് വരണ വഴി ഞങ്ങൾ ഒരു പായസത്തിൻ്റെ ഒരു ചെറിയൊരു തട്ടുകട പോലത്തെ അവിടെ നിന്ന് ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും പരിപ്പിൻ്റെയും അതേപോലെ പാലടപ്രഥമൻ അങ്ങനെ എന്തൊക്കെയോ പായസങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പായസമാണ് കേട്ടോ ഞങ്ങൾ ചൂസ് ചെയ്തത്. അടിപൊളിയായിരുന്നു. ആ ഒരു കപ്പിന് 60 രൂപയാണ്. പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കഴിച്ചു കഴിയാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പാടുപെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വയറ് നിറയുകയും ചെയ്തു കേട്ടോ. ഞങ്ങൾ വരുന്ന സമയത്ത് അധികം ആരും ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നില്ല. 1-2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കാൻ തുടങ്ങി കേട്ടോ. മോന് ട്യൂഷൻ ഉള്ളതുകൊണ്ട് അവൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവനുള്ള കുറച്ച് പായസവും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു.